ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് ഒരു കൃഷ്ണഭക്തയായ അമ്മയുടെ കഥ പറയാം കേട്ടോ. ആ അമ്മ അവരുടെ ചെറുപ്പകാലം മുതൽക്കേ വലിയ കൃഷ്ണഭക്ത ആയിരുന്നു. അവർ ആരാധിച്ചിരുന്ന കൃഷ്ണവിഗ്രഹം അവർ ദിവസവും അഭിഷേകം ചെയ്ത് നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കി സമർപ്പിച്ചിരുന്നു. പുതിയ ഉടയാടകൾ മാറ്റുക, അങ്ങനെ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് അമ്മ പരിപാലിക്കുന്നത്, അങ്ങനെ കണ്ണൻ്റെ വിഗ്രഹത്തെ പരിപാലിച്ചു പോന്നു. കാലങ്ങൾ കഴിയവേ അവരുടെ മകൻ കല്യാണം കഴിച്ചു. വീട്ടിൽ മരുമകൾ വന്നു. മരുമകൾക്കാകട്ടെ വലിയ ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ പോകും, തൊഴും, അത്ര തന്നെ. അങ്ങനെയിരിക്കെ ഈ അമ്മയ്ക്ക് വയ്യാതായി, തീരെ കിടപ്പിലായി. തനിക്ക് വയ്യാതായതിനെക്കുറിച്ച് അല്ലായിരുന്നു ആ അമ്മയുടെ ആധി. തൻ്റെ കൃഷ്ണനെ ആര് കുളിപ്പിക്കും, ഡ്രസ്സ് മാറ്റിക്കും, ഭക്ഷണം കൊടുക്കും എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത. അവർ ദിവസവും മരുമകളോട് ഇതേക്കുറിച്ച് പറയും. മരുമകളാകട്ടെ ഒരു കടമ പോലെ ഒരു വിളക്ക് വയ്ക്കും, അത്ര തന്നെ. അമ്മയെ കളിയാക്കുകയും ചെയ്തു പോന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഒരു ദിവസം മരുമകൾ പൂജാമുറി വൃത്തിയാക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വിഗ്രഹം താഴെ വീണു. അമ്മ ശബ്ദം കേട്ടപ്പോൾ മരുമകളോട് വിളിച്ചു ചോദിച്ചു, "എന്താ മോളെ ശബ്ദം?" എന്ന്. മരുമകൾ പറഞ്ഞു, "വിഗ്രഹം താഴെ വീണതാണമ്മേ." അപ്പോൾ ആ അമ്മയ്ക്ക് അവലാതിയായി. തൻ്റെ കൃഷ്ണന് എന്തെങ്കിലും പറ്റിയോ എന്ന് മരുമകളോട് പറഞ്ഞു. "എൻ്റെ കണ്ണന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, ഡോക്ടറെ വിളിച്ച് കാണിക്കൂ" എന്ന്. മരുമകൾ അത് കാര്യമാക്കി എടുക്കുകയുമില്ല, അമ്മയെ കളിയാക്കുകയും ചെയ്തു. മകൻ വന്നപ്പോഴും അമ്മ ഇതേ ആവശ്യം തന്നെ വളരെ സങ്കടത്തോടുകൂടി ആവശ്യപ്പെട്ടു. മരുമകൾ പറഞ്ഞു, "അമ്മയ്ക്ക് വട്ടുകൂടിയിരിക്കുകയാണ്" എന്ന്. മകൻ ചിന്തിച്ചു, അമ്മയല്ലേ, എന്തായാലും നമുക്ക് ഡോക്ടറെ വിളിക്കാം, അമ്മയെ കാണിക്കുകയും ചെയ്യാമെന്ന്. അങ്ങനെ കുടുംബ ഡോക്ടറെ വിളിപ്പിച്ചു. അമ്മയെ ചെക്കപ്പ് ഒക്കെ ചെയ്തു. അമ്മ പറഞ്ഞു, "എൻ്റെ കണ്ണൻ താഴെ വീണു, അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, ഡോക്ടർ ഒന്ന് നോക്കുമോ" എന്ന്. ഡോക്ടർ ചിരിയോടുകൂടി കൃഷ്ണവിഗ്രഹത്തെ തൊട്ടു നോക്കിയിട്ട് പറഞ്ഞു, "കുഴപ്പമൊന്നും ഇല്ലല്ലോ" എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, "താങ്കളുടെ കയ്യിലുള്ള സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കൂ" എന്ന്. അങ്ങനെ ഡോക്ടർ കൃഷ്ണവിഗ്രഹത്തിൻ്റെ നെഞ്ചിൽ സ്റ്റെതസ്കോപ്പ് വെച്ചു. ഡോക്ടർ ഞെട്ടിത്തരിച്ചുപോയി. അദ്ദേഹത്തിന് വിഗ്രഹത്തിൽ നിന്ന് ഹൃദയസ്പന്ദനം കേൾക്കാനായി. ആശ്ചര്യത്താൽ മകനെയും മരുമകളെയും ഒക്കെ ആ ഹൃദയസ്പന്ദനം കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അമ്മയ്ക്ക് കൃഷ്ണന് കുഴപ്പമൊന്നും ഇല്ലെന്ന് കേട്ടപ്പോൾ സന്തോഷമായി. മരുമകൾ പിന്നീട് ഒരിക്കലും അമ്മയെ കളിയാക്കുകയോ ഒന്നും ചെയ്തില്ല. അവർ അമ്മ ചെയ്തു വന്നതുപോലെ തന്നെ ആ വിഗ്രഹത്തെ പരിപാലിക്കുകയും ചെയ്തു. നമ്മൾ ഭഗവാന്റെ ചൈതന്യം ഏതിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുവോ തീർച്ചയായും അതിൽ ഭഗവാന്റെ ചൈതന്യം കുടികൊണ്ടിരിക്കും. അത് കല്ലാവാം, മരമാകാം, എന്തു വേണമെങ്കിലും ആകാം. വിശ്വാസം അതാണ് എല്ലാത്തിനും വേണ്ടത്. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.